നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 4 കാര്യങ്ങളെ പറ്റിയാണ്. ഫസ്റ്റ് ഇസ് ദ സ്കേലാർ ഫീൽഡ്, സെക്കൻഡ് ഇസ് ദ വെക്റ്റർ ഫീൽഡ്, ദെൻ ഗ്രേഡിയന്റ്, പിന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇതാണ് 4 കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, സ്കേലാർ ഫീൽഡ് എന്താണ്, വെക്റ്റർ ഫീൽഡ് എന്താണ്, ഗ്രേഡിയന്റ് എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് 4ന്റെയും ഡെഫിനിഷൻസ്, പിന്നെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതിന്റെ പേജസിന്റെ എണ്ണം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. കാരണം ഒരു പേജിൽ ചിലപ്പോൾ ഒരു ഡെഫിനേഷനൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നമ്പർ ഓഫ് പേജസ് വരുന്നത്. ഇതിനകത്ത് ഈ 4 കാര്യങ്ങളുടെ ഡെഫിനേഷനും അതിന്റെ പ്രോബ്ലംസും മാത്രമേ ഉള്ളൂ. പിന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു 4 പ്രോപ്പർട്ടീസ് കൂടെ വരുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 ഡെഫിനേഷൻസും അതേപോലെ 4ാമത്തെ ഡെഫിനേഷന്റെ ഒരു 4 പ്രോപ്പർട്ടി വരുന്നുണ്ട്. പിന്നെ ഈ 4 കാര്യങ്ങളും വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇത് മാത്രമേ വരുന്നുള്ളൂ ഈ സെക്ഷനിൽ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പേജിൽ ഞാൻ ഈ ഒരു ഡെഫിനേഷൻ മാത്രമാണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും പേജസ് ഈ PDF കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡെഫിനേഷനിലേക്ക് പോകാം. സ്കേലാർ ഫീൽഡ്. ഓക്കെ, ഒരു സ്കേലാർ ഫീൽഡ് എന്താണെന്ന് നോക്കാം. എ സ്കേലാർ ഫീൽഡ് ഇസ് എ സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ phi ഓഫ് 3 വേരിയബിൾസ് എക്സ് വൈ സെഡ്. അതായത് നിങ്ങൾ ഇത്ര നാൾ കണ്ട ഫംഗ്ഷൻസ് തന്നെ, ജസ്റ്റ് ഇപ്പം എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ, അതായത് അതിനകത്ത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയ ഐ ജെ കെ, വെക്റ്റർ കമ്പണൻസ് ആയ ഐ ജെ കെ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എക്സിലും വൈയിലും ഇസഡിലും മാത്രം വരുന്ന ഫംഗ്ഷനാണ് സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സും വൈയും സെഡും വന്നത്. സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണെങ്കിൽ എക്സും വൈയിലും മാത്രമുള്ള ഫംഗ്ഷൻ ആയിരിക്കും ഫൈ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾസ് നോക്കുക. ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, എക്സും വൈയും ഇസഡിന്റെ മാത്രം ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഇസ് എ സ്കേലാർ ഫീൽഡ് അല്ലെങ്കിൽ സ്കേലാർ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y സ്ക്വയർ മൈനസ് ഇസഡ്. ഇത് എക്സും വൈയും സെഡും മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ ഐയും ജെയും കെയും വെക്ടറിന്റെ കമ്പണൻസ് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് എ സ്കേലാർ ഫീൽഡ് അഥവാ സ്കേലാർ ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ സെക്കൻഡ് പേജിൽ ഞാൻ ആ 2 എക്സാമ്പിൾസേ വെച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വെക്ടർ ഫീൽഡിന്റെ ഡെഫിനേഷനിലേക്ക് പോവാണ്. ഒരു വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സ്കേലാർ ഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ത്രീ സ്പേസിൽ ഒരു വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഐയും ജെയും കെയുടെയും കമ്പണൻസ് ഉള്ള ഒരു വെക്ടർ ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താന്ന് കണ്ടില്ലേ? ഐ ജെ കെ കമ്പണൻസ് വരും. ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ വരുന്ന സം ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് വരും. അതാണ് നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞ് നേരത്തെ ചാപ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോറി, വെക്ടർ ഫീൽഡ് എന്നല്ല അവിടെ അതിനെ പറഞ്ഞ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് വെക്ടർ ഫീൽഡ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയാണ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. സോ വേറൊരു അപ്രോച്ചിലൂടെ അതിന്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. A vector field is a function that associates a unique vector f of p with each point p in a region of 2 space or 3 space. സോ ഞാൻ 2 സ്പേസിൽ ഒരു പോയിന്റ് അത് അല്ലെങ്കിൽ 3 സ്പേസിൽ ഒരു പോയിന്റ് പി എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റ് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്കൊരു വെക്ടർ കിട്ടും. സോ അതുകൊണ്ടാണ് ഇത് ഒരു ഫംഗ്ഷൻ ആണ്. വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ ഒരു 2 സ്പേസിലോ 3 സ്പേസിലോ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും അതിന്റെ ഇമേജ്. ഓക്കെ, സോറി, ഫംഗ്ഷൻ ആയിരിക്കും അതിന്റെ ഇമേജ് എന്നല്ല, അതിന്റെ ഇമേജ്, ആ ഫംഗ്ഷന്റെ ഇമേജ് പി ആ ഫംഗ്ഷൻ വെച്ചിട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഒരു യുണീക് വെക്ടർ ആയിരിക്കും. ആ വെക്ടറിനെയാണ് നമ്മൾ എഫ് ഓഫ് പി എന്ന് പറഞ്ഞു എഴുതുന്നത്. ഈ ഡെഫിനിഷനിൽ കാണുന്ന ബുദ്ധിമുട്ട്, അതായത് ഏതൊരു പോയിന്റ് പിക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു വെക്ടർ ആണ് അതിന്റെ ഇമേജ്. സോ ആ വെക്ടറിനെയാണ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് വിളിക്കുക. സോ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. ഈ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എക്സാമ്പിൾ കാണുമ്പോൾ. കൺസിഡർ പി ആസ് എ ജനറൽ പോയിന്റ്. 2 സ്പേസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഞാൻ അതിനെ പി എന്ന് പറയുന്ന പോയിന്റ് ഓർഡർ പെർ എക്സ് വൈ എന്ന് എടുക്കുന്നു. ഇനി 3 സ്പേസിലെ പോയിന്റ് ആണെങ്കിൽ ഓർഡർ പെർ എക്സ് വൈ സെഡ് എന്ന് എടുക്കുന്നു. സോ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് വെക്ടർ ഫീൽഡ് അഥവാ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഇത് 2 സ്പേസിലെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അഥവാ വെക്ടർ ഫീൽഡ് ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ഐ പ്ലസ് 4y/j. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെയാണിത്. ഇത് 2 സ്പേസിലായതുകൊണ്ട് ഐയുടെയും ജെയുടെയും കമ്പണൻസ് അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എക്സും വൈയും ഉള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു വെക്ടർ ഫീൽഡ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഐ പ്ലസ് 4z j മൈനസ് √3y z സ്ക്വയർ k.
അതായത് ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് എനി ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് വരാം. നെക്സ്റ്റ് ഒരു വെക്ടർ ഫീൽഡ് ആണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പ്രൊവൈഡഡ് ഈ വെക്ടർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നത്, പ്രൊവൈഡഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സീറോ. സോ അതാണ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 4 ഡെഫിനിഷൻസാണ് പഠിക്കുന്നത്. ആദ്യത്തെ 2 ഡെഫിനിഷൻ കഴിഞ്ഞു, സ്കേലാർ ഫീൽഡ് എന്നാണ്, വെക്ടർ ഫീൽഡ് എന്നാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു തേർഡ് ഡെഫിനിഷൻ, ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. നോക്കുക, ഈ ഹെഡിങ് എന്താണെന്ന് ശ്രദ്ധിച്ച്, വെക്ടർ ഫീൽഡ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. സോ ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കേലാർ ഫംഗ്ഷൻസിനാണ് ഡിഫൈൻ ചെയ്യുക. കണ്ടോ, ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. നമ്മൾ സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കേലാർ ഫീൽഡ്. സ്കേലാർ ഫീൽഡിനെ തന്നെയാണ് സ്കേലാർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക, വെക്ടർ ഫീൽഡിനെ വെക്ടർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. സോ നമുക്കൊരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് എടുക്കാൻ സാധിക്കും. ഒരു വെക്ടർ ഫീൽഡിന് ഒരിക്കലും ഗ്രേഡിയന്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സ്കേലാർ ഫീൽഡിന് നമുക്ക് ഗ്രേഡിയന്റ് എടുക്കാൻ പറ്റും. ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതിന്റെ റിസൾട്ട് ഒരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എടുക്കാൻ പറ്റുന്നത് സ്കേലാർ ഫീൽഡിന് മാത്രമാണ്. ഇനി ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് ഒരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. അതാണ് ഈ ഹെഡിങ് പറയുന്നത്, വെക്ടർ ഫീൽഡ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. ഗ്രേഡിയന്റ് ഓഫ് സ്കേലാർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വെക്ടർ ഫീൽഡ്സ് ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫൈ ഇസ് എ സ്കേലാർ ഫംഗ്ഷൻ. സോ ഞാൻ ഒരു സ്കേലാർ ഫംഗ്ഷൻ അഥവാ സ്കേലാർ ഫീൽഡ് എടുത്തു ഫൈ, അതായത് എക്സും വൈയും സെഡും മാത്രമുള്ള സ്കേലാർ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. ദെൻ ദ ഗ്രേഡിയന്റ് ഓഫ് ഫൈ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഗ്രേഡിയന്റ് ഓഫ് ഫൈ ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽ ഫൈ. സോ ഈ ഗ്രേഡിയന്റിന്റെ ഓപ്പറേറ്റർ ആണ് ഈ ഡെൽ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിളിനെ ഇൻവേർട്ടഡ് രീതിയിൽ തലകുത്തി നിർത്തിയിരിക്കുന്ന പോലെയാണ് ഇതിന്റെ സിമ്പൽ. ഈ ഗ്രേഡിയന്റ് എന്നുള്ളതിന്റെ സിമ്പൽ ഇത് ഡെൽ എന്നാണ് വായിക്കുക. ഈ ഓപ്പറേറ്റർ, ഇതൊരു ഓപ്പറേറ്റർ ആണ്, ഈ ഓപ്പറേറ്ററിന്റെ പേര് ഡെൽ എന്നാണ്. സോ നമ്മൾ ഇതിനെ ഡെൽ ഫൈ എന്നാണ് വായിക്കുക. സോ ഡെൽ ഫൈ, അതിന്റെ ഡെഫിനിഷൻ, ഡെൽ ഫൈ ആണ് ഗ്രേഡിയന്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ആണ് ഈ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. സോ ഡെൽ ഫൈ ഈസ് ഡിഫൈൻഡ് ആസ്, അതിന്റെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ ആണിത്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. അതായത് ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഡെൽ ഓഫ് ഫൈ, ഫൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ, അതായത് എക്സും വൈയും സെഡും ഉള്ള ഒരു ഫംഗ്ഷൻ. സോ നമുക്കറിയാം ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സും വൈയും സെഡും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു ഇസഡും ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഈ ഡോ ഫൈ ബൈ ഡോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം, ഡോ ഫൈ ബൈ ഡോ വൈയും കണ്ടുപിടിക്കാം, ഡോ ഫൈ ബൈ ഡോ ഇസഡും കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഡെൽ ഫൈ is equal to, ഈ ഫോർമുല പഠിച്ചു വെക്കണം, ഗ്രേഡിയന്റ് ഓഫ് ഫൈ എന്ന് പറയുന്നതാണ് ഡെൽ ഫൈ. ഡെൽ ഫൈ is ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വെക്ടർ അല്ലേ, ഐയും ജെയും കെയും വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് വരുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ് ഇവിടെ. സോ അതാണ് പറയുന്നത്, നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഒരു വെക്ടർ ഫീൽഡ് ആണ് നമുക്ക് കിട്ടുക. സോ ഗ്രേഡിയന്റ് ഓഫ് ഫൈ ഈസ് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇനിയിപ്പം എഫ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽ എഫ് ആണ് കറസ്പോണ്ടിങ് ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതും, ഡെൽ എഫ്. അതെങ്ങനെ എഴുതും, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. ഇവിടെ ഫൈക്ക് പകരം എഫ് കൊടുത്താൽ ഇവിടെയും ഫൈ ഉള്ളിടത്തെല്ലാം എഫ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കും. ഇനിയിപ്പോ നമ്മൾ 3 സ്പേസിലെ കാര്യമാണ് പറഞ്ഞത്. ഈ വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫൈ എന്ന് പറയുന്ന സ്കേലാർ ഫംഗ്ഷൻ 3 വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് വന്നത്. ഇനി 2 സ്പേസിലെ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽ ഫൈ എന്ത് മാത്രം വരും, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രേഡിയന്റ് ഓഫ് ഫൈ ഓഫ് 2 വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ ഡെൽ ഫൈ ഇസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. അവിടെ കെയുടെ കമ്പണന്റ് വേണ്ട. ഓക്കെ, ഇനി ഈ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. Find the gradient field of phi of xyz is equal to x into y into z. So phi of xyz എന്ന് പറയുന്ന ഫംഗ്ഷൻ, phi എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് x into y into z. സോ ഡെൽ ഫൈ കണ്ടുപിടിക്കും. ഡെൽ ഫൈയുടെ ഫോർമുല എഴുതുന്നു, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഈ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒത്തിരി പ്രോബ്ലം പഠിച്ചാണ്.
സോ ഡോ ഫൈ ബൈ ഡോ എക്സ്, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ്. സോ വൈ സെഡ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ വൈ സെഡ് ആണ് ഡോ ഫൈ ബൈ ഡോ എക്സ് കിട്ടുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഡോ എന്താണ് അടുത്ത് ഡോ ഫൈ ബൈ ഡോ വൈ. ഡോ ഫൈ ബൈ ഡോ വൈ എടുക്കാൻ നേരത്തെ എക്സും സെഡും കോൺസ്റ്റന്റ്. സോ എക്സ് ഇസഡ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ എക്സ് ഇസഡ് എന്ന് കിട്ടും ഡോ ഫൈ ബൈ ഡോ വൈ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്ത ഡോ ഫൈ ബൈ ഡോ ഇസഡ് എടുക്കുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ്. സോ എക്സ് വൈ ഇൻറ്റു 1. എക്സ് വൈ കിട്ടും അതിന്റെ ഡെറിവേറ്റീവ്. സോ പ്ലസ് എക്സ് വൈ കെ. സോ വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ഇസഡ് ജെ പ്ലസ് എക്സ് വൈ കെ. ഇതാണ് ഡെൽ ഫൈ. വളരെ എളുപ്പമാണ്. ഈ ഫോമിൽ എഴുതുക. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് കണ്ടുപിടിച്ച് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുക. ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം രണ്ട് വേരിയബിൾസേ ഉള്ളൂ, എക്സും വൈയും. സോ ഇത് ടു സ്പേസിലെ ഒരു സ്കെയിലർ ഫംഗ്ഷനാണ്. സോ ടു സ്പേസിലെ വെക്ടർ ഫംഗ്ഷൻ ഗ്രേഡിയന്റ് എഴുതിയാൽ എന്ത് വരും? ഡെൽ ഫൈ ഇസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ഇനി നിങ്ങൾ അറിയാതെ ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ എന്ന് എഴുതിയെന്ന് വിചാരിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഡോ ഫൈ ബൈ ഡോ ഇസഡ് എടുത്താൽ എന്താണ്? 0 കിട്ടും. കാരണം സെഡ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. സോ ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുക്കും. ഇതിന്റെ ഡെറിവേറ്റീവ് 0. സോ പ്ലസ് 0 കെ എന്ന് വരും. അതങ്ങ് വാനിഷ് ചെയ്ത് പോകും. സോ റിസൾട്ടിന് വ്യത്യാസമൊന്നും കാണില്ല. സോ എനിവേ ഞാൻ ഡോ ഫൈ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് 0. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് 1 കിട്ടും. സിമിലർലി ഡോ ഫൈ ബൈ ഡോ വൈ എടുക്കാൻ നേരത്ത് എന്ത് കിട്ടും? അതും 1 ആ കിട്ടുക. സോ എന്ത് കിട്ടും? 1i പ്ലസ് 1j, ഐ പ്ലസ് ജെ. ഓക്കെ. So next question. Suppose that the temperature T at each point xyz in a region of space is given by T of xyz is equal to 25 minus x square minus 2y plus 3z square. So T എന്ന് പറയുന്നത് denotes the temperature. Temperature at the point xyz ആണ് ഈ തന്നിരിക്കുന്ന function. T of xyz is equal to ഈ function. And that f of xyz is defined to be the gradient of T. So f എന്ന് പറയുന്നത് gradient of T ആണ് തന്നിട്ടുണ്ട്. അതായത് f is equal to gradient of T എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? del T. So f is equal to del T എന്ന് തന്നിട്ടുണ്ട്. Question എന്താണ്? Find the vector field of f. സോ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ടി തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ്? ഡെൽ ഓഫ് ഒരു ഫംഗ്ഷൻ, ഡെൽ ഓപ്പറേറ്റർ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? വെക്ടർ ഫീൽഡ് ആണ്. സോ എഫിന്റെ വെക്ടർ ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ടി ആണെങ്കിൽ എഫിന്റെ വെക്ടർ ഫീൽഡ് ആണ് എന്ത് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? വെക്ടർ ഫീൽഡ് ഓഫ് എഫ് മീൻസ് എന്ത് വാല്യൂവേറ്റ് ചെയ്യണം? ഡെൽ ടി. കാരണം എഫ് ഇസ് ഗ്രേഡിയന്റ് ഓഫ് ടി തന്നിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് ആണ്. സോ നമുക്ക് കിട്ടുന്ന എഫ് വെക്ടർ ഫീൽഡ് ആണ്. സോ ഫൈൻഡ് ദ വെക്ടർ ഫീൽഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽ ടി കണ്ടുപിടിക്കാനാണ്. സോ ഞാൻ ഇവിടെ ഗ്രേഡിയന്റ് ഓഫ് ടി ഇസ് ദ വെക്ടർ ഫീൽഡ് എന്താണ്? ഡെൽ ടി. ഡെൽ ടി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡെൽ ടിയുടെ ഫോമുല എങ്ങനെ എഴുതും? ഡോ ടി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ടി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ടി ബൈ ഡോ ഇസഡ് കെ. അത് നിങ്ങൾ എഴുതിക്കോളൂ. ഇത്രയും പ്രോബ്ലംസ് ആയില്ലേ? ഓക്കെ. ഡോ ടി ബൈ ഈ ഡോ ടി ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 25 ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. ബാക്കി ഇവിടുത്തെ ഡെറിവേറ്റീവ്സ് എല്ലാം 0. സോ മൈനസ് 2x ആണ് ഐയുടെ കോഎഫിഷ്യന്റ്. ഇനി ഡോ ടി ബൈ ഡോ വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2. ഓക്കെ. സോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഡോ ടി ബൈ ഡോ വൈ എടുക്കുമ്പോൾ എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ ഈ മൈനസ് 2y ഡെറിവേറ്റീവ് മൈനസ് 2 ആണ്. സോ ഇവിടെ മൈനസ് 2 മാത്രമേ വരുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു വൈയും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റിംഗ് എടുത്താണ്, സിമ്പിൾ പ്രോബ്ലം അല്ലേ എന്ന് വിചാരിച്ച്. പക്ഷെ ഇവിടെ ഒരു വൈ എഴുതിയിട്ടുണ്ട്. ആ വൈ അവിടെ വരില്ല. ഓക്കെ. സോ നിങ്ങൾ നോട്ടിലേക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ. സോ ഇവിടെ മൈനസ് 2j എന്നേ വരുള്ളൂ. മൈനസ് 2xi മൈനസ് 2j. അടുത്ത വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക? 3 2s are 6, 6z വരും. സോ 6zk. സോ ഇവിടെ നമുക്ക് കിട്ടുക മൈനസ് 2xi മൈനസ് 2j എന്നേ ഉള്ളൂ. ഈ y ഇവിടെ ഇല്ല. ഓക്കെ. മൈനസ് 2j പ്ലസ് 6zk. സോ നമുക്ക് എന്താണ്? ഫൈൻഡ് ദ വെക്ടർ ഫീൽഡ് ഓഫ് എഫ് മീൻസ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ടി ഇസ് ഈക്വൽ ടു ഇത് തന്നെ. ഇവിടെ കിട്ടുന്ന ആൻസർ മൈനസ് 2xi മൈനസ് 2j പ്ലസ് 6zk. ഓക്കെ. വളരെ എളുപ്പമാണ് കേട്ടോ. ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചുറ്റിച്ചു ചോദിച്ചിരിക്കുന്നത് എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് സെഡ് സ്ക്വയർ. ഫൈൻഡ് ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് 1 മൈനസ് 2 1. സോ ഗ്രേഡിയന്റ് ഓഫ് എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ഡെൽ എഫ്. ഗ്രേഡിയന്റ് ഓഫ് എഫ് GARD എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്നാണ് വായിക്കുന്നത്. സോ ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ എഫ്. സോ ഡെൽ എഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ആയി. ഇവിടെ ഐയും ജെയും കെയും ആദ്യം എഴുതി കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ എഴുതണം എന്നൊന്നുമില്ല.
അവസാനം എഴുതി നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ എഴുതിയാലും മതി. ടെക്സ്റ്റിൽ ഓരോ സമയത്ത് ഓരോ രീതിയിൽ എഴുതും. നിങ്ങൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഒക്കെ ഈ ഫംഗ്ഷന്റെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം, അത് എടുക്കുക. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? എഫ് ഡോ ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ആ എഫ് ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ആ ഫംഗ്ഷൻ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എഫ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഡെറിവേറ്റീവ് എടുക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 3 ഇൻറ്റു 2x അതുപോലെ തന്നെ, സോ 6xy എന്ന് കിട്ടും. ഇതിന്റെ ഡെറിവേറ്റീവ് 0. അടുത്ത ജെയുടെ കമ്പണ്ട് ഡോ ബൈ ഡോ വൈ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 3x² മൈനസ് 3y² z² എന്ന് കിട്ടും. ഓക്കെ, ജെ. അടുത്ത വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -2y³ z എന്ന് കിട്ടും. -2y³ z k. സോ നമുക്ക് ഡെൽ എഫ് കിട്ടി. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് 1 - 2 - 1. സോ അറ്റ് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽ എഫ് അറ്റ്. സോ അടുത്ത നമ്മൾ എഴുതുക ഡെൽ എഫ്. അതിവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, അതിവിടെ ഇല്ല, ഞാനത് വിട്ടുപോയതാണ്. സോ ഞാനിതിപ്പം പറയാം അതെങ്ങനെ കിട്ടുമെന്ന്. സോ ഒന്നുമില്ല, ഗ്രേഡിയന്റ് ഓഫ് എഫ് കണ്ടുപിടിച്ചു. അറ്റ് ദ പോയിന്റ് 1 - 2 - 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക ഡെൽ എഫ് അറ്റ് 1 - 2 - 1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ ഈ ഡെൽ എഫില് ഈ 1 - 2 - 1 എന്ന് പറയുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം -2, സെഡിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? ഡെൽ എഫ് അറ്റ് 1 - 2 - 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6 ഇൻറ്റു 1 ഇൻറ്റു -2. 6 ഇൻറ്റു 1 ഇൻറ്റു -2 -12. സോ -12i എന്നാവും ഇത്. പ്ലസ് ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 1² 3 -3 ഇൻറ്റു y² z². സോ -2² -1². സോ -3 ഇൻറ്റു 4 എന്ന് വരും. സോ -3 ഇൻറ്റു 4, അതായത് 3 മൈനസ് 3 ഇൻറ്റു 4. സോ 3 മൈനസ് 12. സോ ദാറ്റ് ഈസ് -9j എന്ന് വരും. സോ -9j എന്ന് വരും. ഇനി -2y³ z. സോ -2 ഇൻറ്റു -2³ സോ -8. -2 ഇൻറ്റു -8 16. 16 ഇൻറ്റു അടുത്ത z -1. 16 ഇൻറ്റു -1 -16. സോ -16k എന്ന് വരും. ഒന്നുമില്ല, ഇവിടെ എക്സിന് പകരം 1, വൈക്ക് പകരം -2, സെഡിന് പകരം -1 കൊടുത്ത് ഈ വെക്ടർ എഴുതുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്തത് നമ്മളിപ്പം 3 കാര്യങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു 4 ബേസിക് ഡെഫിനിഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതിൽ സ്കെയിലാർ ഫീൽഡ് കണ്ടു, വെക്ടർ ഫീൽഡ് കണ്ടു, അതിനുശേഷം ഗ്രേഡിയന്റ് കണ്ടു. 3 എണ്ണം കഴിഞ്ഞു. ഇനി 4ാമത്തെ ഡെഫിനിഷൻ ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മളിവിടെ പഠിക്കും. പിന്നെ അതിന്റെ 4 പ്രോപ്പർട്ടീസും കൂടെ പറയും. അതിനുശേഷം അത് വെച്ചുള്ള പ്രോബ്ലംസ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ ചെയ്യും. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ദ ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ, അതിനാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ഫീൽഡ് ആണ്. സോ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് അറ്റ് ദ പോയിന്റ് x0 y0 z0. നമ്മൾ ഈ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x0 y0 z0 ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ u. ദ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x0 y0 z0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് u. u എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ട്, u1i plus u2j plus u3k. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ. സോ ഇതിനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. സോ ആ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് x0 y0 z0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് u, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് d. ക്യാപിറ്റൽ D, എന്നിട്ട് ആ ഡിയുടെ സഫിക്സിൽ അത് താഴത്തായിട്ട് സ്മോൾ യു കൊടുക്കും. ആ യു എന്ന് പറയുന്ന ആ ഡയറക്ഷൻ വെക്ടർ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏത് വെക്ടർ ആണോ അതാണ് ഇവിടെ കൊടുക്കുന്നത്, യു. ഓക്കെ, ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അല്ലേ. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ല കൊടുക്കുന്നത്, x0 y0 z0 എന്നാണ് കൊടുക്കുന്നത്. കാരണം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്ന അറ്റ് ദ പോയിന്റ് x0 y0 z0 ആണ്. സോ എക്സ് വൈ സെഡിന് പകരം എഫ് ഓഫ് x0 y0 z0 എന്ന് എഴുതും. സോ ഇത് എന്താ വായിക്കുക, ഡി യു എഫ് ഓഫ് x0 y0 z0. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് x0 y0 z0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, അതാണ് ഡി യു എഫ് ഓഫ് x0 y0 z0. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് അറ്റ്, ഈ ഇങ്ങനെ എഴുതുന്നത് ഇവാലുവേറ്റഡ് അറ്റ് എന്നാണ്. ഡെൽ എഫ് അറ്റ് x0 y0 z0. അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ കണ്ടു, നമ്മൾ ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ട് അറ്റ് ദ പോയിന്റ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. സോ അതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ. ഓക്കെ,
സോ ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ട് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടിൽ കണ്ടുപിടിക്കുക. അത് സോ ഒരു വെക്ടറാണ് നമുക്ക് അവിടെ കിട്ടുക. സോ ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് യു ക്യാപ്പ്. യു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വെക്ടറിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ ആണ്. സോ വേർ യു ക്യാപ്പ് ഈസ് ഈക്വൽ ടു യു ബൈ ലെങ്ത് ഓഫ് യു. ഈ തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് യു ക്യാപ്പ്. സോ യു കൊണ്ട് നമ്മൾ യു ക്യാപ്പ് കണ്ടുപിടിക്കണം, യു ബൈ ലെങ്ത് ഓഫ് യു. എന്നിട്ട് എന്ത് ചെയ്യണം, ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടും യു ക്യാപ്പും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, സോ അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. സോ ആൻഡ് ഈസ് കോൾഡ്, ഇതിനെ വിളിക്കുന്ന എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. സോ ഈ ഫോർമുല ശ്രദ്ധിക്കുക, ഡി യു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് യു ക്യാപ്. ഓക്കെ, ഇനി ഞാൻ ഒരു ജസ്റ്റ് നോട്ടായിട്ട് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഗ്രേഡിയന്റ് ഓഫ് എഫ് എങ്ങനെ എഴുതും, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ. ഇതിനെ മറ്റൊരു നൊട്ടേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സിന് പകരം എഫ് എക്സ് എന്ന് എഴുതും. നമ്മളിത് പഠിച്ചതാണ്, എഫ് എക്സ് ഐ പ്ലസ് അടുത്ത എഫ് വൈ ജെ പ്ലസ് എഫ് ഇസെഡ് കെ. ഇങ്ങനെ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം ഡെൽ എഫിനെ. ഇനി ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, എക്സിനും വൈക്കും സെഡിനും പകരം ഈ കമ്പണൻസ് എഫ് എക്സിലും എഫ് വൈയിലും എഫ് സെഡിലും എക്സിനും വൈക്കും സെഡിനും പകരം ഏത് പോയിന്റ് കൊടുക്കും, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുക്കും. അതായത് എന്ത് ചെയ്താൽ മതി, എഫ് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കണ്ടുപിടിക്കുക, അതിവിടെ കൊടുക്കുക, പ്ലസ് എന്താണ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ജെ പ്ലസ് എഫ് ഇസഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കെ എന്ന് എനിക്ക് എഴുതാം. അതായത് ഒന്നെങ്കിൽ ഈ ഡെൽ എഫ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ഈ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് ഈ ഫോമിൽ എഴുതി കൊടുത്ത് ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കണ്ടുപിടിക്കാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ നമുക്കിനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസിലേക്ക് പോകാം. Find the derivative of f of xy is equal to x e raised to y plus cos xy at the point 2, 0 in the direction of a is equal to 3i minus 4j. So, നമുക്ക് derivative of f at the point 2, 0 in the direction of a. That means it is the directional derivative. Okay. So, directional derivative evaluate ചെയ്യാൻ del f വേണം. അതേപോലെ ഈ a എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വേണം. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. അതിനെ ഞാൻ സാധാരണ നമ്മൾ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത്, ഇവിടെ തന്നിരിക്കുന്ന വെക്ടർ യു ആണെങ്കിൽ ഈ ഫോർമുലയിൽ നമ്മൾ യു ക്യാപ്പ് കൊടുക്കും. ഓക്കെ, യു ബൈ ലെങ്ത് ഓഫ് യു ആണ് യു ക്യാപ്പ്. ഞാൻ ഇവിടെ എ ബൈ ലെങ്ത് ഓഫ് എ, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബൈ ലെങ്ത് ഓഫ് എ ആണ്. അതിനെ എ ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് വെറുതെ യു എന്ന് കൊടുക്കുകയാണ് അതിനെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എ ക്യാപ്പ് എന്ന് എഴുതി ചെയ്തു പോവാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ യു എന്ന് അതിനെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. സോ എന്താണ് വെക്ടർ എ എന്ന് പറയുന്നത് 3i മൈനസ് 4j എന്നാണ് തന്നിട്ടുള്ളത്. സോ ആ വെക്ടറിനെ അതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് ലെങ്ത് എന്ത് വരും, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ, അത് 5 എന്ന് കിട്ടും. സോ 3i മൈനസ് 4j ബൈ 5, ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 3/5i മൈനസ് 4/5j എന്ന് കിട്ടും. ഇനി ഡെൽ എഫ് കണ്ടുപിടിക്കണം. സോ ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് എന്താണ്, ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് ഏതാണ്, 2, 0 കണ്ടുപിടിക്കണം. അതും ഏതും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ഈ ഡയറക്ഷൻ യുവും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ്. ഇവിടെ ഇതിനെ ഞാൻ യു ക്യാപ്പ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം എനിക്ക്, പക്ഷെ ഞാൻ യു എന്നേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഡെൽ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. പാർഷ്യൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് എഫ് എക്സ്. സോ അത് ഞാൻ ഇനി എങ്ങനെ ചെയ്യും എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. സോ എഫ് എക്സ് നമുക്ക് കിട്ടുക ഇ റൈസ് ടു വൈ പ്ലസ് എന്താണ് കോസ് എക്സ് വൈ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ്. സോ എന്ത് വരും, ഇ റൈസ് ടു വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വൈ വരും. ഈ എഫ് എക്സ് അറ്റ് ദ പോയിന്റ് 2, 0 കണ്ടുപിടിക്കുന്നതാണ്. അതായത് എക്സിന് 2ഉം വൈക്ക് 0യും കൊടുക്കുന്നു. സോ ഇ റൈസ് ടു 0 1 വരും, പിന്നെ സൈൻ എക്സ് വൈ. സോ വൈക്ക് ഇവിടെ 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആയി പോകും, ദാറ്റ് ഈസ് 0. സോ 1 മാത്രം വരും. അടുത്ത എഫ് വൈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എഫ് വൈ ഓഫ് 2, 0 അറ്റ് ദ പോയിന്റ് 2, 0 കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 2, 0. സോ ഡെൽ എഫ് ഓഫ് 2, 0 ആണ് വേണ്ടത്. അതെങ്ങനെ എഴുതാം, അതിനെ എഫ് എക്സ് ഓഫ് 2, 0 ഐ പ്ലസ് എഫ് വൈ ഓഫ് 2, 0 ജെ. ഞാൻ ഇവിടെ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് ഇങ്ങനെ എഴുതിയും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ എഫ് എക്സ് ഓഫ് 2, 0 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1 ആണ്. എഫ് വൈ ഓഫ് 2, 0 2 ആണ്. സോ 1i പ്ലസ് 2j
അതായത് ഐ പ്ലസ് 2j കിട്ടും. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല എഴുതാം. എങ്ങനെ എഴുതും? ഡി സഫിക്സിൽ യു കൊടുക്കുന്നു. നമുക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ആണ്. സോ ഇവിടെ ഒന്നെങ്കിൽ എ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആയിട്ട് കണ്ടുപിടിച്ച് യു ആണ്, അല്ലെങ്കിൽ അങ്ങനെയും എഴുതി കൊടുക്കാം, നമ്മുടെ ഇഷ്ടം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡി സഫിക്സിൽ ക്യാപിറ്റൽ എ കൊടുക്കാം, എഫ് ഓഫ് 20 ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് 20 ഡോട്ട് എ ക്യാപ്പ് എന്ന് കൊടുക്കാം. ഞാൻ ആ എ ക്യാപ്പിന് പകരം അവിടെ ആ വെക്ടറിനെ യു എന്നാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഡി യു സഫിക്സിൽ യു കൊടുത്ത് എഫ് ഓഫ് 20 എന്ന് എഴുതുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എഴുതാം. സോ ഡെൽ എഫ് ഓഫ് 20 ഡോട്ട് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യു എന്നാണ് ഞാൻ കൊടുത്തത്. സോ ഡോട്ട് യു ഡെൽ എഫ് ഓഫ് 20 ഐ പ്ലസ് 2j എന്ന് കിട്ടി. അതേപോലെ യു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3/5 i മൈനസ് 4/5 j എന്നുള്ളത്. സോ ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ കറസ്പോണ്ടിങ് ഐയുടെ കമൺ ടേമിൽ മൾട്ടിപ്ലൈ ആകുമ്പോൾ 1 into 3/5 പ്ലസ് ജെയുടെ കമൺ ടേമിൽ മൾട്ടിപ്ലൈ 2 into മൈനസ് 4/5. സോ എന്ത് കിട്ടും? 3/5 മൈനസ് 8/5. സോ 3 മൈനസ് 8/5 ദാറ്റ് ഈസ് മൈനസ് 5/5 ദാറ്റ് ഈസ് മൈനസ് 1. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഡി എഫ് ബൈ ഡി എസ് in the direction of the vector 4i plus 4j minus 2k at the point 1, 1, 2 if f of x, y, z is equal to x square plus y square minus z. So ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡി എഫ് ബൈ ഡി എസ് in the direction of a vector at the point 1, 1, 2. So derivative in the direction of a vector എന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഈ ഡി എഫ് ബൈ ഡി എസ് കണ്ടിട്ട് ഈ എഫിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് കണ്ടുപിടിക്കാനല്ലേ എന്ന് പെട്ടെന്ന് അങ്ങനെ കൺഫ്യൂഷൻ തോന്നരുത്. ആ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക. ആ ഡി എഫ് ബൈ ഡി എസ് തരുന്ന ജസ്റ്റ് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനാണ്. ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. സോ എന്ത് ചെയ്യണം? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസെഡ്. സോ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടുപിടിക്കുന്നു. ഇനി അറ്റ് ദ പോയിന്റ് 1, 1, 2 ആണ്. സോ ഈ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സും അറ്റ് ദ പോയിന്റ് 1, 1, 2 ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡെൽ എഫ് അറ്റ് 1, 1, 2 കണ്ടുപിടിക്കുന്നു. അതെന്താണ്? എഫ് എക്സ് അറ്റ് 1, 1, 2 i പ്ലസ് എഫ് ഐ അറ്റ് 1, 1, 2 j പ്ലസ് എഫ് എസ് അറ്റ് 1, 1, 2 j. ഇതിന്റെ മൂന്നിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് മൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2i പ്ലസ് 2j മൈനസ് k എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ തന്നിരിക്കുന്ന ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. സോ ഞാൻ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് 4i പ്ലസ് 4j മൈനസ് 2k കണ്ടുപിടിക്കുന്നു. അതിനെ യു എന്ന് കൊടുക്കുന്നു. സോ യു എന്ന് പറയുന്നത് എന്താണ്? ദിസ് വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ നോം അഥവാ ലെങ്ത്. സോ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ, അത് റൂട്ട് 36 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് 6 വരും. സോ ഈ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഓരോ ടേമിനെയും. സോ എന്ത് കിട്ടും? 2/3i പ്ലസ് 2/3j മൈനസ് 1/3k എന്ന് കിട്ടും. സോ യുവും കിട്ടി, ഡെൽ എഫും കിട്ടി. സോ ഡി യു എഫ് ഓഫ് 1, 1, 2 എന്ന് പറയുന്നത് ഡെൽ എഫ് അറ്റ് 1, 1, 2 ഡോട്ട് യു. സോ ഡെൽ എഫ് അറ്റ് 1, 1, 2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. സോ ഫൈനൽ ആൻസർ ഇസ് 3. ഓക്കെ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഗ്രേഡിയന്റ് ആണ്. നമ്മൾ ഗ്രേഡിയന്റിന്റെ പ്രധാനപ്പെട്ട ഒരു 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെക്കണം. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. So suppose that del f of xy not equal to 0. Del f of xy not equal to 0 ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാൻ സാധിക്കും. സോ ഡി യു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. ബൈ ഡെഫിനിഷൻ ഡി യു എഫ് ഓഫ് എക്സ് വൈ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു ക്യാപ്പ് എന്നാണ് ബേസിക് ഡെഫിനിഷൻ വരിക. സോ ഈ യു എന്ന് പറയുന്നത് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ തന്നെയാണ് യു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിലൊക്കെ എഴുതിയ പോലെ എന്താണ്? ഡി യു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാം. ഇവിടെ 2 വേരിയബിൾസിന്റെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. 3 വേരിയബിൾസിന്റെ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. എക്സ് വൈ സെഡ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ കണ്ടു ഡി യു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് യു. അതുപോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് യു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യു എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. യു എന്ന് പറയുന്നത് യു എന്നോ യു ക്യാപ്പ് എന്നോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. എനിവേ ഇവിടെ എഴുതുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആയിരിക്കണം എപ്പോഴും. ഓക്കെ. സോ ഇതിന് നമ്മൾ എ ഡോട്ട് ബി എന്നുള്ളതിന്റെ ബേസിക് ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ഫസ്റ്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ലെങ്ത് ഓഫ് യു ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് യു. ഇനി നമുക്കറിയാം ഈ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്. സോ ലെങ്ത് ഓഫ് യു എപ്പോഴും 1 ആയിരിക്കും. സോ അത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് യു ഇസ് ഈക്വൽ ടു 1 ആസ് യു ഇസ് എ യൂണിറ്റ് വെക്ടർ. സോ ഇതെന്ത് കിട്ടും? ലെങ്ത് ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് യു. ഇനി നമുക്ക് ഓരോ കേസസ് നോക്കാം.
ഇവിടെ വരെ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 1 ആണ്. സോ അങ്ങനെ ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് കിട്ടും? ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു കോസ് തീറ്റയുടെ വാല്യൂ 1 ആയാൽ എന്ത് കിട്ടും? തീറ്റ 0 ആകുമ്പോൾ കോസ് തീറ്റ 1. സോ ഡി യു എഫ് ഓഫ് എക്സ് വൈ ഞാൻ എഴുതുന്നില്ല, അതൊരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. സോ ഡി യു എഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു, അതാണ് ഡി യു എഫ് എന്ന് പറയുന്നത്. ഡി യു എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ഡെൽ എഫ് കോസ് തീറ്റ 1 ആയി. സോ ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ലെങ്ത് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്നല്ല ഇക്വേഷൻ. കോസ് തീറ്റ 1 ആകുമ്പോൾ ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അതിന്റെ മീനിങ് എന്താണ്? That is at each point P, നമ്മൾ നോക്കിയാൽ അറിയാം okay, that is at each point P in its domain, f increases most rapidly in the direction of the gradient vector del f at P. That is അങ്ങനെ പറയാം. അതായത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക ഈ സെൻസ് ശ്രദ്ധിക്കുക, ഇവിടെ നിന്നിട്ട് f increases most rapidly in the direction of the gradient vector del f at P. അതായത് ഡി യു എഫ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന് കിട്ടിയാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് അറ്റ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന് കിട്ടും. അതായത് ഡെൽ എഫിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെയും എഫിന്റെയും ഡെൽ എഫിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഡി യു എഫും ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന് കിട്ടിയാൽ എഫിന്റെ ഡയറക്ഷനും ഈ ഡെൽ എഫ് ഗ്രേഡിയൻ വെക്ടറായ ഡെൽ എഫിന്റെ ഡയറക്ഷനും സെയിം ആണ് എന്നാണ് കിട്ടുക. സോ ഈ കേസിൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ ഫാസ്റ്റിൽ മൂവ് ചെയ്യും എന്നാണ് നമുക്കിവിടെ അതിന്റെ മീനിങ്. സോ അതാണ് ഇവിടെ പറയുന്നത് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻ വെക്ടർ ഡെൽ എഫ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പഠിച്ചു വെക്കണം. ഈ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഏറ്റവും ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്നത് ഏത് വെക്ടറിന്റെ ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ ഗ്രേഡിയൻ വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. സോ ഇത് നമ്മൾ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യും. സോ ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, അത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഇനി അടുത്ത കേസിൽ ഇവിടെ തീറ്റ 0 ആയപ്പെടില്ലേ, ഇനി അടുത്ത തീറ്റ ഈക്വൽ ടു പൈ ആകുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ -1 ആണ്. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതിയ ഡി യു എഫ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. കോസ് തീറ്റയ്ക്ക് -1 കൊടുക്കുമ്പോൾ ഇത് മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ്. ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് വരും. ഇവിടെ എഫ് ഇൻക്രീസസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമുണ്ട്. ഡി യു എഫ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്നല്ല കിട്ടിയ, ഡി യു എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ്. സോ ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എഫും ഡെൽ എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എഫ് ഡിക്രീസസ് ആണ്, എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് എന്ന്. സോ ഇവിടെ എന്ത് പറയാം? എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിട്ട് ചോദിക്കും, in which direction f increases most rapidly, അല്ലെങ്കിൽ in which direction f decreases most rapidly. So f increases most rapidly ആണെങ്കിൽ in the direction of del f, f decreases most rapidly ആണെങ്കിൽ in the direction of minus del f. Okay, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, when theta is equal to pi by 2 cos theta 0. സോ cos theta 0 ആണ് എന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷനിൽ എന്ത് കിട്ടും? ഡി യു എഫ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ 0 ആണെങ്കിൽ ഇത് 0 ആയി പോകും ഈ സൈഡ് മുഴുവൻ. സോ ഡി യു എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് കിട്ടും. സോ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തീറ്റ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തോഗണലാണ് എന്നല്ലേ. ഇവിടെ നമ്മൾ എഴുതുന്ന വെക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡെൽ എഫും യു അല്ലേ. ഡെൽ എഫ് ഡോട്ട് യു കോസ് തീറ്റ, അല്ലെങ്കിൽ ഡെൽ എഫ് ഡോട്ട് യു എന്നല്ലേ ഇവിടെ ബേസിക് ഫോമിൽ എഴുതുക. സോ നമുക്ക് എന്ത് പറയാം? യുവും ഡെൽ എഫും തമ്മിൽ ഓർത്തോഗണലാണ്. ആ കേസിൽ എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0. അതായത് അവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മീൻസ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ ഇവിടെ എഫിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, 0 ചേഞ്ച് ആണ്. സോ അതാണ് ഇനി പറയുന്നത്. ഹെൻസ്, സോ ഇതിന്റെ മീനിങ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് എനി ഡയറക്ഷൻ യു ഓർത്തോഗണൽ ടു ദ ഗ്രേഡിയന്റ്, അതായത് യുവിനും ഡെൽ എഫിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആകുമ്പോൾ, അതായത് യുവും ഡെൽ എഫും ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഡയറക്ഷൻ യു ഈസ് എ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ്. ആ ഡയറക്ഷനിൽ എഫിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ ഇതും അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് തിയറം 4. അതും തിയറം 4 നമുക്ക് ആവശ്യമുണ്ട്, അത് വെച്ചിട്ടും പ്രോബ്ലംസ് വരും. Okay, let f be a function either 2 variables or 3 variables, and let p denote the point p of x naught y naught of p of x naught y naught z naught. f എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ അഥവാ 3 വേരിയബിൾ ഫംഗ്ഷൻ. കറസ്പോണ്ടിംഗ്ലി ഞാൻ ഒരു പോയിന്റും ചൂസ് ചെയ്യാണ്, 2 വേരിയബിളുള്ള പോയിന്റ് അല്ലെങ്കിൽ 3 വേരിയബിളുള്ള പോയിന്റ്. Assume that f is differentiable at p. f is differentiable at p ആണെന്ന് assume ചെയ്തു. If del f equal to 0, del f equal to 0 ആണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ്?
ഇവിടെ നമ്മൾ പറഞ്ഞ പോലത്തെ അതേ കാര്യം തന്നെയാണ് വരിക. del f equal to 0 ആണെങ്കിൽ എന്താണ്? Then all directional derivatives of f at p are 0. del f 0 ആണെങ്കിൽ, കാരണം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്താണ്? du f എന്ന് പറയുന്നത് del f dot u. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് del f 0 ആണെങ്കിൽ തന്നെ ആ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകും. ഏത് ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാലും del f 0 ആണെങ്കിൽ എന്താണ്? du f 0 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? del f equal to 0, then all directional derivatives of f at p are 0. ഇനി del f നോൺ സീറോ ആവുന്നത് രണ്ട് കേസ് ആയിട്ട് പറയും. സോ ഇഫ് del f not equal to 0 at p, ഇനി ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. If del f not equal to 0 at p, then among all possible directional derivatives of f at p, the derivative in the direction of del f at p has the largest value. അതായത് നമുക്ക് del f not equal to 0 ആകുന്ന കേസിൽ del f എക്സിസ്റ്റ് ചെയ്യും. സോ ആ കേസിൽ നമുക്ക് p എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരുപാട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് കിട്ടും. അതായത് ഓരോ വെക്ടർ എടുക്കുമ്പോൾ, അതായത് ഓരോ വെക്ടർ നമുക്ക് ഓരോ ഡയറക്ഷനിലല്ലേ. സോ നമുക്ക് എന്താണ്? del f ഇൻ ഇൻഫിനിറ്റ്ലി മെനി ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് del f നമുക്ക് കിട്ടും. del f in the direction of a vector a, del f in the direction of a vector b, del f in the direction of a vector c. സോ അറ്റ് ദ പോയിന്റ് പിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിന്റെ എല്ലാം വാല്യൂ എടുത്ത് നോക്കിയാൽ ഏത് ഡയറക്ഷനുള്ള ഡെറിവേറ്റീവിനാണ് മാക്സിമം വാല്യൂ എന്ന് കിട്ടുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Among all possible directional derivatives of f at p, the derivative in the direction of del f, del f ന്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവിനായിരിക്കും has the largest value. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ആ ലാർജസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. The value of this largest directional derivative is length of del f. So del f ന്റെ ഡയറക്ഷനിലാണ് എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുക. ആ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ ലെങ്ത് ഓഫ് del f ആണ്. ഇനി അടുത്തത് ലാർജസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞ പോലെ സ്മോളസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുന്ന എവിടെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. If del f not equal to 0 at p, then among all possible directional derivatives of f at p, the derivative in the direction opposite to that of del f has the smallest value. So ഏത് ഡയറക്ഷനിലാണ് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുക? The direction, അതായത് നമ്മൾ u ന്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. The direction opposite to that of del f, അവിടെയാണ് സ്മോളസ്റ്റ് വാല്യൂ കിട്ടുക. ഇനി ആ വാല്യൂ എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. വാല്യൂ ഓഫ് ദി സ്മോളസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് മൈനസ് ലെങ്ത് ഓഫ് del f. ഓക്കെ, സോ ഇത് പഠിച്ചു വെക്കണം, ഈ രണ്ട് പോയിന്റ്സും കൂടി. സോ ഇനി ഇത് വെച്ചിട്ട് കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഞാൻ കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും ചെയ്യണം എന്നില്ല, ഒന്നോ രണ്ടോ പ്രോബ്ലംസ് സാധാരണ ചെയ്യിപ്പിക്കുള്ളൂ. എന്നാലും ഞാൻ എല്ലാ പ്രോബ്ലം അങ്ങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഈ വീഡിയോ വെച്ചിട്ട് ലെങ്തി ആകും. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ സെക്ഷനിൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് അങ്ങ് ചെയ്യുന്നതുകൊണ്ടാണ്. സാധാരണ ആരും ഇത്രയും പ്രോബ്ലംസ് എടുക്കില്ല, ഒന്നോ രണ്ടോ പ്രോബ്ലംസേ പറയൂ. എനിവേ ഞാൻ മൊത്തം പ്രോബ്ലംസ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ വെച്ചിട്ട് ലെങ്തി ആയിട്ട് വരുന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം നോക്കാം. എളുപ്പം നോക്കിപ്പോവാം. ഓക്കെ, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ഈ del f-ഉം ഡോട്ട് പ്രോഡക്റ്റും കണ്ടുപിടിക്കുന്നതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. So first question ആണ് ഇത്. Consider the function f of x y is equal to x square by 2 plus y square by 2. Okay. Find the directions in which, so a പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the directions in which f increases most rapidly at the point 1 1. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞത്? 4 പ്രോപ്പർട്ടി പറഞ്ഞതിൽ എന്തൊക്കെയായിരുന്നു ആ 4 പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ പറയാം. f increases most rapidly in the direction of del f, f decreases most rapidly in the direction of minus del f. ഇനി സീറോ ചേഞ്ച് ഇൻ എഫ് എന്ന് പറയുന്നത് എഫും del f-ഉം uവും ഓർത്തോഗണൽ ആണെങ്കിൽ ഓക്കെ, സീറോ ചേഞ്ച് ഇൻ എഫ് ആയിരിക്കും. പിന്നെ പറയുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f ആയിരിക്കും. ആ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് del f. പിന്നെ അടുത്ത കാര്യം, സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് del f ആണ്. അവിടുത്തെ സ്മോളസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ മൈനസ് ലെങ്ത് ഓഫ് del f. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം നിങ്ങൾ. സോ ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ്. സോ നമുക്ക് ആ പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പഠിച്ചു എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f. സോ എഫ് തന്നിട്ടുണ്ട്, നമുക്ക് del f കണ്ടുപിടിക്കാൻ അറിയാം. സോ del f അറ്റ് ദ പോയിന്റ് 1 1 കണ്ടുപിടിക്കാം, അതാണ് അതിന്റെ ആൻസർ. സോ നോക്കുക,
f increases most rapidly in the direction of del f at 1 1. So f of xy തന്നിട്ടുണ്ട് fx fy കണ്ടുപിടിക്കുന്നു at the point 1 1 ലൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു del f at 1 1 എഴുതുന്നു del f at 1 1 ആണ് എന്താണ് f increases most rapidly in the direction of del f. So del f at 1 1 കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഡയറക്ഷൻ del f ന്റെ ഡയറക്ഷൻ ആണെന്നല്ലേ പറയുന്നത്. f increases most rapidly in the direction of del f at the point 1 1. So ആ ഡയറക്ഷൻ എന്താണ് വേണമെങ്കിൽ ഇവിടം വരെ ചെയ്തു നിർത്താം. ഇവിടം വരെ ചെയ്തു നിർത്തിയാലും ഫുൾ മാർക്കാണ്. ഇനി ആ ഡയറക്ഷൻ ഓഫ് del f എന്ന് പറയുന്നത് ഞാനിവിടെ del f ന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് എടുക്കുകയാണ്. സോ ഈ del f ന്റെയും del f ന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിന് സെയിം ഡയറക്ഷനാണ്. ഇത് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ എനിവേ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f കൂടെ കണ്ടുപിടിക്കുന്നു. u is equal to del f by length of del f കൂടി. ഇത് ചെയ്യണമെന്നൊന്നുമില്ല, ഇവിടം വരെ ചെയ്താലും മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. f decreases, second question, find the direction in which f decreases most rapidly at the point 1 1. f decreases most rapidly in the direction of എന്താണ് മൈനസ് del f ആണ്. ഓക്കെ, സോ നമ്മളിവിടെ del f ന്റെ ഡയറക്ഷൻ ഫസ്റ്റ് കോളത്തിൽ del f ന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് 1/2 i plus 1/2 j. അങ്ങനെയാണെങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷൻ എന്താണ് u ആണ് del f ന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷൻ എന്താണ് മൈനസ് u. സോ അത് അങ്ങ് എഴുതിയാൽ മതി. അപ്പം കാരണം u വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. സോ f decreases most rapidly in the direction of minus del f at 1 1 which is എന്താണ് മൈനസ് u. del f ന്റെ ഡയറക്ഷൻ u ആണെങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷൻ മൈനസ് u. സോ ഈ വെക്ടർ മൈനസ് കൊടുത്ത് എഴുതുമ്പോൾ മൈനസ് 1/√2 i പ്ലസ് മൈനസ് 1/√2 j എന്ന് കിട്ടും. ഓക്കെ, സോ ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ f at 1 1? സീറോ ചേഞ്ച് എപ്പോഴാണ് സംഭവിക്കുന്നത്? del f ഉം u ഉം ഓർത്തോഗണൽ ആവുമ്പോൾ. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം del f ഉം u ഉം ഓർത്തോഗണൽ ആവുമ്പോഴാണ് സീറോ ചേഞ്ച് ഇൻ f സംഭവിക്കുക. സോ ഇപ്പൊ n എന്ന് പറയുന്ന ഒരു ഡയറക്ഷന് സീറോ ചേഞ്ച് ഇൻ f ആണെങ്കിൽ, അതായത് യുവിന് പകരം ഞാൻ എടുക്കുന്ന വെക്ടർ n ആണ്. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്ന വെക്ടർ n ആണ്. സോ ന്റെ ഡയറക്ഷനിൽ സീറോ ചേഞ്ച് ആണെങ്കിൽ എന്താണ് മൈനസ് ന്റെ ഡയറക്ഷനിലും സീറോ ചേഞ്ച് ആയിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. ആ ഡയറക്ഷനെ ഞാൻ യുവിന് പകരം n എന്ന് പേര് കൊടുക്കുന്നേ ഉള്ളൂ. സോ ന് സീറോ ചേഞ്ച് ഇൻ f ആണെങ്കിൽ മൈനസ് എന്നും സീറോ ചേഞ്ച് ഇൻ f. സോ അതാണ് ഇവിടെ പറയുന്നത്. ഡയറക്ഷൻസ് n ആൻഡ് മൈനസ് n of zero change at 1 1 are the directions orthogonal to f. So എന്താണ് സീറോ ചേഞ്ച് ഇൻ എഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻസ് ഓർത്തോഗണൽ ടു എഫ് ആയിരിക്കണം. n ഓർത്തോഗണൽ ടു എഫ് ആണെങ്കിൽ മൈനസ് n ഓർത്തോഗണൽ ടു എഫ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് ഡയറക്ഷൻസും എന്താണ് ഓർത്തോഗണൽ ടു del f എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ n എന്ന് പറയുന്നത് ഞാൻ ടു സ്പേസിലെ ഒരു ജനറൽ വെക്ടർ ആയിട്ട് എടുക്കുന്നു, എക്സ് ഐ പ്ലസ് വൈ ജെ. എനിക്ക് ഈ വെക്ടർ n എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഈ എക്സും വൈയും കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം സീറോ ചേഞ്ച് ഇൻ എഫ് ആണെങ്കിൽ ഈ n എന്ന് പറയുന്നത് എന്താണ് ഓർത്തോഗണൽ ടു എന്തായിരിക്കണം u ആയിരിക്കണം. അതായത് n ഈസ് ഓർത്തോഗണൽ ടു എന്തായിരിക്കണം n ഈസ് ഓർത്തോഗണൽ ടു del f ആയിരിക്കണം. പക്ഷെ del f ന്റെ ഡയറക്ഷൻ u ആണ്, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. സോ എന്ത് പറയാം, n ഈസ് ഓർത്തോഗണൽ ടു del f എന്ന് പറയുന്നതിന് തുല്യമാണ് n ഈസ് ഓർത്തോഗണൽ ടു del f ന്റെ ഡയറക്ഷൻ n ഈസ് ഓർത്തോഗണൽ ടു u. സോ n ഡോട്ട് u ഈസ് ഈക്വൽ ടു 0 ആണ് അങ്ങനെയാണെങ്കിൽ. സോ n ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് കിട്ടും, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ x ഇൻറ്റു 1/√2 പ്ലസ് y ഇൻറ്റു 1/√2 ഈക്വൽ ടു 0. നമ്മൾ നോക്കിയാൽ അറിയാം ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ x മൈനസ് 1/√2 ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു, y 1/√2 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 കിട്ടും. സോ എക്സും വൈ ഞാൻ കണ്ടുപിടിച്ചു. സോ എൻ്റെ ഈ പ്ലേസിൽ എക്സും വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് 1/√2 i പ്ലസ് മൈനസ് 1 പ്ലസ് 1/√2 j. സോ മൈനസ് n എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന് മൈനസ് കൊടുക്കുന്നു. സോ 1/√2 i മൈനസ് 1/√2 j. സോ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം സീറോ ചേഞ്ച് ഇൻ എഫ് ആണെങ്കിൽ ആ വെക്ടേഴ്സ് ഓർത്തോഗണൽ ടു del f ആയിരിക്കും. സോ ഞാൻ ജനറലി ആ വെക്ടറിനെ n എന്നും മൈനസ് n എന്നും പറഞ്ഞെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ n ഈസ് ഓർത്തോഗണൽ ടു del f ആയിരിക്കണം. സോ del f ന്റെ ഡയറക്ഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് u ആണ്. സോ n ഈസ് ഓർത്തോഗണൽ ടു u ആയിരിക്കണം. അത് ഇക്വേറ്റ് ചെയ്തിട്ട് ഈ എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് n ഉം മൈനസ് n ഉം എഴുതുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. f of x is equal to x square e raised to 5. Find the maximum value of a directional derivative at -2 0. So first question അതാണ്, find the maximum value of the directional derivative at -2 0. നമ്മൾ ഒരു രണ്ടാമതൊരു തിയറം ആയിട്ട് പഠിച്ചു, മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എവിടെയാണ് വരിക, ഏത് ഡയറക്ഷനിലാണ്, ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f ആണ്. അതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് del f. സോ ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് -2 0 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി, ലെങ്ത് ഓഫ് del f അറ്റ് -2 0 ചെയ്താൽ മതി. സോ ഇവിടെ f of x y എഴുതുന്നു, fx fy കണ്ടുപിടിക്കുന്നു, fx at -2 0,
Fi at minus 2 0 കണ്ടുപിടിക്കുന്നു, del f at minus 2 0. ഇനി ലെങ്ത് ഓഫ് del f at minus 2 0 കണ്ടുപിടിക്കുന്നു, 4√2. സോ ഈ 4√2 എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ. സോ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ആൻഡ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഓക്കേഴ്സ്. del f in ഏത് ഡയറക്ഷനിലാണ് മാക്സിമം വാല്യൂ? നമുക്ക് തീർത്തിട്ടുണ്ട്, മാക്സിമം വാല്യൂ ഓക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് del f. സോ ആ direction in which maximum value occurs, അതിന്റെ direction ഉള്ള യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് മാക്സിമം വാല്യൂ occurs. മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന ഡയറക്ഷൻ del f. സോ del f ന്റെ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? del f by length of del f. സോ അത് കണ്ടുപിടിക്കാനാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ മാക്സിമം വാല്യൂ occurs in the direction of del f at minus 2 0. ഇവിടെ at minus 2 0 ആണ് പോയിന്റ്. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? del f at minus 2 0 by length of del f at minus 2 0. ഇവിടെ del f at minus 2 0 എന്ന് പറയുന്ന വെക്ടറും ഉണ്ട്, ലെങ്തും ഉണ്ട്. സോ ആ വെക്ടറിനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. സോ വളരെ സിമ്പിൾ ആണ് പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞില്ല, 4 റിസൾട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മാക്സിമം പോസിബിൾ ഡി എഫ് ബൈ ഡി എസ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് അറ്റ് ദ പോയിന്റ് 1 4 2. സോ ഡി എഫ് ബൈ ഡി എസ് അറ്റ് ദ പോയിന്റ് തന്നിട്ടുണ്ട്. സോ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്? Maximum possible value, largest value of directional derivative is in the direction of del f and a value എന്താണ്? Length of del f. So ഇവിടെ question എന്ത് കണ്ടുപിടിക്കാനാണ്? Length of del f at the point 1 4 2. So length of del f gives the maximum possible value of df by ds. So at the point കൂടി ഇവിടെ ഉണ്ട്. So at the point length of del f കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ question ചെയ്ത പോലെ തന്നെ. So f x y z എഴുതുന്നു, f x f y f z എഴുതുന്നു, at the point 1 4 2 കണ്ടുപിടിക്കുന്നു, del f at the point 1 4 2 കണ്ടുപിടിക്കുന്നു, length of del f കണ്ടുപിടിക്കുന്നു. So ഇതാണ് maximum possible value root 69. So അടുത്ത question നോക്കുക. The temperature of points in space is given by f of x y z is equal to x square plus y square minus z. So temperature ആണ് ഈ f എന്ന് പറയുന്ന function denote ചെയ്യുന്നത്. A mosquito located at 112 decides to fly in such a direction that it will get cool as soon as possible. In what direction should it move? ഒരു മോസ്കിറ്റോ 112 എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ that decides to fly in such a direction that it will get cool as possible. സോ അത് കൂൾ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്ന ഡയറക്ഷനിലായിരിക്കണം അത് പറക്കേണ്ടത്. ടെമ്പറേച്ചർ കുറയുക, ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആണ്. നമുക്കറിയാം എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? മൈനസ് ഡെൽ എഫ് ആണ്. സോ ഇൻ വിച്ച് ഡയറക്ഷൻ, ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് ഇറ്റ് മൂവ് എന്ന് ചോദിച്ചാൽ ഏത് ഡയറക്ഷൻ ആണ്? മൈനസ് ഡെൽ എഫ്. ശ്രദ്ധിക്കുക, എഫ് ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നു. ഒരു മോസ്കിറ്റോ 112 എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ ഫ്ലൈ ചെയ്താൽ അതിന് ഏറ്റവും തണുപ്പ് അനുഭവപ്പെടും. അതിന് തണുപ്പ് അനുഭവപ്പെടണമെങ്കിൽ അത് ടെമ്പറേച്ചറിൽ നിന്ന് അകന്നകന്ന് പോകണം. അതായത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ പോകണം. നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്ന എഫ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് എന്നാണ് നമ്മുടെ റിസൾട്ട്. സോ ഇത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏത് ഡയറക്ഷനിലാണ്? മൈനസ് ഡെൽ എഫ്. So f is decreasing most rapidly in the direction of minus del f. At ഏത് പോയിന്റ് ആണ് ഇവിടെ? 112. So minus del f കണ്ടുപിടിക്കുന്നു, minus del f at 112. Del f at 112 കണ്ടുപിടിക്കുന്നു, അതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് റിക്വയർഡ് ഡയറക്ഷൻ. ഓക്കെ. സോ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. ആ 4 പോയിന്റ്സ് അറിഞ്ഞിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റൂ. അത്രേ ഉള്ളൂ. എല്ലായിടത്തും del f കണ്ടുപിടിക്കാനൊക്കെ തന്നെയാണ് ചോദ്യം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. At p naught in the direction of a. അതായത് ഡയറക്ഷൻ ഓഫ് എഫ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. ഈ മോഡൽ പ്രോബ്ലം നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? ആദ്യം എയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, അതിനെ യു എന്ന് കൊടുക്കുക. ഡെൽ എഫ് അറ്റ് 110 കണ്ടുപിടിക്കുക. ഡി യു എഫ് അറ്റ് 110 എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എഫ് അറ്റ് 110 ഡോട്ട് യു നോക്കുക. del f at 110 dot u. അത് ചെയ്യുമ്പോൾ 4/7 കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ വാട്ട് ഡയറക്ഷൻസ് ഡസ് എഫ് ചേഞ്ച് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി നോട്ട് ആൻഡ് വാട്ട് ആർ ദ റേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദീസ് ഡയറക്ഷൻസ്? എഫ് ചേഞ്ചസ് മോസ്റ്റ് റാപ്പിഡ്ലി ഏതൊക്കെ ഡയറക്ഷൻസിലാണ്? സോ നമ്മൾ 2 റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എഫ് ചേഞ്ചസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ഇൻക്രീസസ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻക്രീസും ആകാം ഡിക്രീസും ആകാം. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫും f decreases most rapidly in the direction of minus del f. അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? del f ഉം എന്ത് വരും? ലെങ്ത് ഓഫ് del f ഉം മൈനസ് ലെങ്ത് ഓഫ് del f ഉം വരും. ഓക്കെ.
So നോക്കുക എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏതാണ് മൈനസ് ഡെൽ എഫ്. സോ മൈനസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെൽ എഫ് കിട്ടി, അതിന് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് അവിടെയും കിട്ടി. ഓക്കെ, ഇനി ആ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കേസിലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്. ഈ ഡയറക്ഷൻ ഡെൽ എഫ് ആണ്, സോ അതിന്റെ ലെങ്ത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദീസ് ഡയറക്ഷൻസ് ഫസ്റ്റ് കേസിൽ ഡെൽ എഫ് വരും, ലെങ്ത് ഓഫ് ഡെൽ എഫ് വരും, അത് കണ്ടുപിടിക്കുക, അത് 3 കിട്ടും. സെക്കൻഡ് കേസിൽ എന്താണ്? ഡയറക്ഷൻ മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ്, അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ്. സോ മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് വരും. ലെങ്ത് ഓഫ് ഡെൽ എഫ് 3 ആണെങ്കിൽ അതിന്റെ മൈനസ് എന്ന് പറഞ്ഞാൽ -3 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given that the directional derivative of f of xyz at 3 minus 2 1 in the direction of 2y minus j minus 2k is -5. So directional derivative of f at the point 3 minus 2 1 in the direction of this vector തന്നിട്ടുണ്ട് -5. അതായത് അതിന്റെ ഫോർമുല എന്താണ്? del f dot u. ഓക്കെ, അതാണ് -5 എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. del f dot u ആണ് -5. ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ വാല്യൂ. ഈ യു എന്ന് പറയുന്നത് എന്താണ്? ഈ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. സോ അതാണ് എടുത്ത് ചെയ്തിരിക്കുന്നത്. വേർ യു ഈസ് ഈക്വൽ ടു എ ബൈ ലെങ്ത് ഓഫ് എ. സോ ആ യു ചെയ്യുമ്പോൾ നമുക്ക് 1/3 2i മൈനസ് ജെ മൈനസ് 2k എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഡെൽ എഫ് അറ്റ് 3 മൈനസ് 2 1ന്റെ വാല്യൂ എന്താണെന്നാണ്. ഈ ഡെൽ എഫ് അറ്റ് -3 മൈനസ് 2 1 കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? ആൻഡ് ദാറ്റ് ലെങ്ത് ഓഫ് ഡെൽ എഫ് അറ്റ് 3 മൈനസ് 2 1 എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഡെൽ എഫ് 5 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അല്ലേ ഈ ഡെൽ എഫ് ഡോട്ട് യു, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ -5 എന്നാണ് കിട്ടിയത്. അതായത് -5ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ലെങ്ത് ഓഫ് ഡെൽ എഫ് എന്ന്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ കിട്ടിയത് മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ്. നമുക്കറിയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ തിയറത്തിൽ. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആ സ്മോളസ്റ്റ് വാല്യൂ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, മൈനസ് ഈ 5 എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ഡെൽ എഫ്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്? സ്മോളസ്റ്റ് വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് സ്മോളസ്റ്റ് വാല്യൂ അസ്യൂം ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ് എന്നാണ് നമ്മൾ പഠിച്ചത്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് ആണ്. ഓക്കെ, സോ ഈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് ആണ്. സോ അങ്ങനെ ആണെങ്കിൽ മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വെക്ടറിന്റെ ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവിടെ നമുക്കറിയാം ഏറ്റവും മിനിമം വാല്യൂ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, മൈനസ് ഡെൽ എഫ് എന്ന് പറയുന്നത്. സോ മിനിമം വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്ന ഏത് വെക്ടറിന്റെ ഡയറക്ഷനിലാണ്? യു എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽ എഫിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് യു എന്ന് പറയുന്ന ഡയറക്ഷൻ. നമുക്കറിയാം ഡെൽ എഫിന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ അറ്റൈൻസ് ഇറ്റ്സ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ ദ ഡയറക്ഷൻ എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അല്ല, ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡെൽ എഫ്. സോ ഈ യു എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് നമുക്ക് ഇവിടെ സ്മോളസ്റ്റ് വാല്യൂ കിട്ടിയത്. സോ ഈ യുവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡെൽ എഫ് ആണ്. സോ അത് നമുക്ക് ആ റിസൾട്ടിൽ നിന്ന് കിട്ടും. സോ ഡയറക്ഷൻ ഓഫ് യു ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡെൽ എഫ് എന്ന് കിട്ടി. ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറിന്റെ ഡെൽ എഫ് ഇസ് ദ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് എന്താണ്? ലെങ്ത് ഓഫ് ഡെൽ എഫ് ആണ്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് യു, അതായത് അതിന്റെ ഡയറക്ഷൻ മൈനസ് യു ആണ് എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽ എഫ് ഓഫ് 3 മൈനസ് 2 1 ആണ്. ആ ഡെൽ എഫ് ഓഫ് 3 മൈനസ് 2 1ന്റെ ലെങ്ത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഡെൽ എഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് യു ആണ്. സോ ഡെൽ എഫ് അറ്റ് 3 മൈനസ് 2 1ന്റെ ഡയറക്ഷൻ എന്താണ്? മൈനസ് യു ആണ്. ഈ യു എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ യൂണിറ്റ് വെക്ടർ ആണ്, നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ ഡെൽ എഫ് അറ്റ് 3 മൈനസ് 2 1ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് എനിക്കറിയാം, അതിന്റെ ഡയറക്ഷനും അറിയാം. ഓക്കെ, ഈ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ ചെയ്താൽ മതി. സോ മാഗ്നിറ്റ്യൂഡ് ആയ ഡെൽ എഫ് ഓഫ് 3 മൈനസ് 2 1 ഇൻറ്റു മൈനസ് യു, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് യു എന്ന് കിട്ടും. സോ മൈനസ് ലെങ്ത് ഓഫ് ഡെൽ എഫ് നമുക്ക് തന്നിട്ടുണ്ട് 5 ഇൻറ്റു യുവിന്റെ വാല്യൂ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെ ആ വെക്ടർ കിട്ടും, ഡെൽ എഫ് ഓഫ് 3 മൈനസ് 2 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ഇപ്പം ചെയ്ത മോഡൽ തന്നെയാണ്. ഫോർ ദ ഫംഗ്ഷൻ
phi is equal to x square y plus yz at the point 1 minus 2 1. Find its rate of change with distance in the direction a is equal to. ഈ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് ഡിസ്റ്റൻസ് എന്നൊക്കെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് മീൻസ് ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ അറ്റ് ദ പോയിന്റ് 1 2 മൈനസ് 1. അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫൈ അറ്റ് ദ പോയിന്റ് 1 2 മൈനസ് 1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് അറിയാം, അത് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് ദ സെയിം പോയിന്റ് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് ഡിസ്റ്റൻസ് ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ഓക്കർ? നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഡെൽ എഫ്. ഇവിടെ ഡെൽ എഫ് അല്ല ഡെൽ ഫൈ ആണ്. സോ നമ്മൾ ഡെൽ ഫൈ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിന്റെ ഡെൽ ഫൈ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അറ്റ് 1 2 മൈനസ് 1. സോ ഇതിന്റെ ലെങ്ത് ഓഫ് ഡെൽ ഫൈ ആണ് ഇതിന്റെ ആൻസർ. ലെങ്ത് ഓഫ് ഡെൽ ഫൈ എടുക്കുമ്പോൾ എന്ത് കിട്ടും? √20 എന്ന് കിട്ടും. ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഗ്രേറ്റസ്റ്റ് വാല്യൂ അഥവാ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒക്കർ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ? വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ ഫൈ. ആ ഡെൽ ഫൈയുടെ ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ ഫൈ എന്താന്ന് പറഞ്ഞു. ആൻഡ് അതിന്റെ ലാർജസ്റ്റ് വാല്യൂ ലെങ്ത് ഓഫ് ഡെൽ ഫൈ. ഇത് തന്നെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ആദ്യത്തെ പ്രോബ്ലം ആയിട്ട് കണ്ടത്. ലാർജസ്റ്റ് വാല്യൂ എവിടെയാണ് അസ്യൂം ചെയ്യുന്നത്, എന്താണ് ലാർജസ്റ്റ് വാല്യൂ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സെയിം പ്രോബ്ലം ആണ്.